നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. പ്രൈം ടൈമിലേക്ക് വിശദമായി. അറബിക്കടലിൽ കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ മുഴുവൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്നുള്ള സംയുക്ത സംഘമാണ് 24 കപ്പൽ ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയത്. കപ്പലിൽ നിന്ന് 9 കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട്. കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നും കേരളത്തിന്റെ തീരമേഖലയിൽ ജാഗ്രത വേണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, ഈ രക്ഷാദൌത്യം പൂർത്തിയായി എന്നാണോ? മുഴുവൻ ആളുകളെയും ഇതിനോടകം രക്ഷപ്പെടുത്തിയല്ലോ അല്ലേ വിഷ്ണു? ഉമേഷ, ഈ അപകടവുമായി ബന്ധപ്പെട്ട ഒരു ക്ലിയർ പിക്ചർ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരം ഇങ്ങനെയാണ്. ഈ കപ്പൽ അപകടത്തിൽപ്പെട്ട ഘട്ടത്തിൽ 24 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. അതിൽ 21 പേരെ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷപ്പെടുത്തി. അതിൽ 3 പേർ ഇപ്പോഴും ആ കപ്പലിൽ തുടരുകയാണ്, ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ. അത് ഏതെങ്കിലും തരത്തിൽ കുടുങ്ങിപ്പോയതല്ല. ഈ കപ്പൽ സംരക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി, അത് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി അവർ കപ്പലിൽ തുടരുകയാണ്. നിലവിൽ വെളിച്ചത്തിന്റെ അടക്കം പ്രശ്നമുണ്ട്, കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഓപ്പറേഷന്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുള്ള കപ്പലുകൾ ഈ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് നിശ്ചിത ഡിസ്റ്റൻസ് ഇട്ട് അവിടെ തന്നെ നിരീക്ഷണം തുടരുകയാണ്. നാളെ പുലർച്ചയോടുകൂടിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരിക. അതായത് ഇപ്പോൾ 3 പേർ കപ്പലിലുണ്ട് എന്ന് പറയുന്നത് അവർ ഏതെങ്കിലും തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നതല്ല. അവർ ഈ കപ്പൽ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി അതിലുള്ളതാണ്. അവർ പൂർണ്ണമായും ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും നിരീക്ഷണത്തിലാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ അവർക്ക് അപായ സൂചന ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാനാകുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കണ്ടെയ്നറുകളിലെ കണ്ടന്റുമായി ബന്ധപ്പെട്ടുള്ള വിവരം ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ഈ രക്ഷപ്പെട്ട നാവിക ഉദ്യോഗസ്ഥരോട് അവരോട് ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവരാകെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് പാനിക് ആയിട്ടുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് ആ വസ്തുക്കളുടെ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ സൾഫർ അല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ ഈ കടലിലേക്ക് അലിഞ്ഞതുമായി ബന്ധപ്പെട്ടും നിലവിൽ കോസ്റ്റ് ഗാർഡ് അത്തരത്തിലൊരു ശക്തമായ ഒരു വലിയൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നില്ല. നേരത്തെ നമ്മൾ കരുതിയതുപോലുള്ള ആശങ്കകളൊക്കെ ഒഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 2 ഷിപ്പുകളും ഇന്ത്യൻ നേവിയുടെ ഒരു ഷിപ്പും അതോടൊപ്പം ഒരു എയർക്രാഫ്റ്റ് അടക്കമുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ട്. അവർ വളരെ കൃത്യമായി സംഭവവികാസങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ ആരോഗ്യനില അത് പൂർണ്ണ തൃപ്തികരമാണ്. അവർക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. അവരെ കൊച്ചിയിലേക്ക് എത്തിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ അതിന്റെ ഒന്നും സാഹചര്യമില്ല. അവരെല്ലാവരും ഓക്കെയാണ് എന്ന വിവരമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്നത്. ഏകദേശം ഉച്ചയോടുകൂടിയാണ് കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ ഈ കപ്പൽ MSL 3 എന്ന് പറയുന്ന ഈ ലൈബീരിയൻ കപ്പൽ മറിഞ്ഞത്. കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ കടലിൽ ഒലിച്ചിടക്കുന്ന കണ്ട് ആണ് ആളുകൾക്ക് സംശയം തോന്നി. പിന്നീട് കപ്പൽ മറിഞ്ഞ വിവരം പുറത്തേക്ക് വരികയായിരുന്നു. കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരു ഇൻഫർമേഷൻ വരുന്നു. ഈ കപ്പലിൽ നിന്ന് ചില എണ്ണച്ചോർച്ച ഉള്ളതായി സംശയിക്കുന്നു. അത് കടലിലേക്ക് എത്താൻ അത് കടലിൽ അലിഞ്ഞു കയറുകയും അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ വരുന്നു. ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ എല്ലായിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയത് പിന്നാലെയാണ് കപ്പൽ മറിഞ്ഞത് ഒരു വലിയ വാർത്തയായി മാറുന്നത്. ആ കപ്പൽ ഏകദേശം 28 ഡിഗ്രിയോളം ചരിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ആദ്യ ദൃശ്യങ്ങളിൽ അത് അത്ര പൂർണ്ണമായി ചരിഞ്ഞില്ല എങ്കിൽ പിന്നീട് അത് 28 ഡിഗ്രിയോളം ചരിഞ്ഞ ദൃശ്യങ്ങളടക്കമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. ഇതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരും സേഫാണ്. അതിൽ 21 പേരെ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് നേരിട്ട് രക്ഷപ്പെടുത്തി. ആ കപ്പലുണ്ടായിരുന്ന ക്യാപ്റ്റൻ അടക്കമുള്ള 3 പേർ ഇപ്പോഴും ആ കപ്പലിൽ തുടരുന്നു എന്നാണ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനത്ത് ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. നാളെ പുലർച്ചയോടുകൂടി ഈ ഓപ്പറേഷൻ അവസാനിക്കും അത് എന്നാണ് മനസ്സിലാവുന്നത്. ഉന്മേഷം, ഇപ്പോൾ ഈ നാളെ ഈ ദൗത്യം തുടരണമല്ലോ. ഈ കപ്പൽ ഇനിയും ചെരിഞ്ഞ അവസ്ഥയിലാണ്. എങ്ങനെ അതിനൊരു പരിഹാരമുണ്ടാക്കും? അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് വിഷ്ണു? ഉന്മേഷ, നിലവിൽ ആ കപ്പൽ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതായത് ഇന്നിപ്പോൾ കപ്പൽ ഉയർത്തുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൗത്യമായിരിക്കും. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ആ കപ്പലിനകത്തുള്ള ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ അതിൽ നിന്ന് അവരെ വളരെ എളുപ്പത്തിൽ ആകുമായിരുന്നു. 21 പേരെ രക്ഷപ്പെടുത്തിയ ഘട്ടത്തിൽ അവരെയും രക്ഷപ്പെടുത്താനാകും. പക്ഷേ അവർ ഈ കപ്പൽ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. സ്വാഭാവികമായ ഒരു നാവികന്റെ കടമയാണ് കപ്പൽ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ആ കടമയുടെ ഭാഗമായി അവരതിൽ ഇപ്പോഴും തുടരുകയാണ്. അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുണ്ട്. പ്രത്യേകിച്ച് ഹൈ ടൈഡ് സിറ്റുവേഷൻ ആണുള്ളത്.
എന്നാണുള്ളത്. അങ്ങനെയാണെങ്കിൽ തിരമാല ആഞ്ഞടിക്കുന്ന ഘട്ടത്തിലൊക്കെ വീണ്ടും അത് ചേരാനുള്ള സാധ്യതയുണ്ട്, കൺട്രോളൊന്നും ഇല്ലെങ്കിൽ. പക്ഷെ അത് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമം ആണ് നിലവിൽ അതിനകത്തുള്ള ആളുകൾ ശ്രമിക്കുന്നത്. ഒപ്പം നാളെ ഇന്ത്യൻ നേവി കൂടി ഒരുപക്ഷെ അതിന്റെ സഹായം അവരുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകും. കപ്പൽ ഉയർത്താനുള്ള ശ്രമമോ അല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള ശ്രമമോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. കപ്പൽ പൂർണ്ണമായും മറിഞ്ഞാൽ ആ കണ്ടെയ്നർ അടക്കം പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. ഈ 3 പേരും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും നിരീക്ഷണത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അവർ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും രക്ഷിക്കാനാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശം അത് നേരത്തെ തന്നെ അവർ നൽകിയിരുന്നു. ആ പ്രതികരണത്തിലേക്കാണ് ഇനി. ഇത്തരം ഒരു കാർഗോ കണ്ടു കഴിഞ്ഞാൽ, എണ്ണപ്പാട കണ്ടു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശത്ത് വിനോദത്തിന് പോകുന്നവരും തീരദേശവാസികളും ദയവായി അതിനടുത്തേക്ക് പോകരുത്, തുടരുത്. 112-ൽ വിളിച്ചറിയിക്കുക. പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പോലീസും കോസ്റ്റ് ഗാർഡും ആവശ്യമായ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കും. നമ്മൾ 21 ആസ് ഓഫ് നൗ, ഞാൻ ലാസ്റ്റ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ എനിക്ക് 21 പേര് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 3 പേര് ആ ഷിപ്പിൽ തന്നുണ്ട്. ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് സീച്ച് റഫായി കിടക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സമയത്ത് റെസ്ക്യൂ ഓപ്പറേഷൻസ് ഈ സന്ധ്യ ആവുന്നതിന് മുമ്പേ മാക്സിമം ക്രൂവിനെ രക്ഷപ്പെടുത്തുക എന്നായിരുന്നു മെയിൻ ടാസ്കിങ്. അതുകൊണ്ട് അത് ഈ 3 പേരും അണ്ടർസ്റ്റാൻഡ് അവർ സേഫ് ആസ് ഓഫ് നൗ ഷിപ്പിൽ. അപ്പൊ ഇപ്പോ ഇങ്ങനെയുള്ള ഒരു ക്ലൈമറ്റില് ഷിപ്പ് ഇത്രയും സ്റ്റെബിലിറ്റി പോയി കാണും. ഷിപ്പിന്റെ മോർ ദാൻ 25 ഡിഗ്രീസ് ഒരു വട്ടം ഷിപ്പ് ചരിഞ്ഞിട്ട് ഇതുപോലത്തെ ക്ലൈമറ്റിക് കണ്ടീഷനിൽ സ്റ്റെബിലിറ്റി തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നോക്കണം. സാധാരണഗതിയിൽ നിന്ന് 8 ദിവസം മുൻപ് സംസ്ഥാനത്ത് കാലവർഷമെത്തി. അതിതീവ്ര മഴ വിവിധ ജില്ലകളിൽ തുടരുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. ശക്തമായ കാറ്റിനും തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. സാധാരണ ജൂൺ 1 എത്തേണ്ട കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. 16 വർഷം മുമ്പ് 2009 മെയ് 23 കാലവർഷം എത്തിയതിനു ശേഷം നേരത്തെ എത്തുന്നത് ഇപ്പോഴാണ്. വേഗത്തിൽ വ്യാപിക്കുന്നുമുണ്ട്. കർണാടകയിൽ വരെ കാലവർഷം എത്തിയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. ഇന്നലെ മുതൽ തന്നെ സംസ്ഥാനത്ത് പലയിടത്തും തീവ്രമഴ ലഭിക്കുന്നുണ്ട്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലർട്ടാണ്. മറ്റ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് സൈറണുകൾ മുഴക്കി. മധ്യകിഴക്കൻ അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം കൂടാതെ ഈ മാസം 27-ന് മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. മെയ് 27-ഓടെ മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിവിധങ്ങളായിട്ടുള്ള മോഡലുകൾ, IMD മാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള മോഡലുകൾ കാണിക്കുന്നത്. അടുത്ത 10 ദിവസം എന്ത് സാഹചര്യത്തിലും ഏതു തരത്തിലും മഴ പ്രതീക്ഷിക്കുക തന്നെ വേണം എന്നാണ് നമ്മൾ കരുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. ഉയർന്ന തിരമാലയ്ക്ക് പുറമെ വിവിധ തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് ബുധനാഴ്ച വരെ മീൻപിടുത്തം വിലക്കി. ആരോഗ്യവകുപ്പ് പകർച്ചവ്യാധി മുന്നറിയിപ്പും നൽകി. ന്യൂസ് ഡെസ്ക് 24. 24 ബിഗ് ബ്രേക്കിംഗിലേക്ക്. ഇനി ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിച്ചിലുണ്ടായ കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിൽ എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. കല്ലും മണ്ണും ഇടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീണിരിക്കുന്നു. കുന്നിടിച്ച് നിർമ്മാണം നടത്തുന്ന സ്ഥലത്താണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടായത്. നേരത്തെയും അവിടെ ഉണ്ടായ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് വ്യാപക പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്. പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതാണ്. അതിനുശേഷം അത് വലിയ വിവാദമായി മാറിയിരുന്നു. അവരുടെ പ്രതിഷേധം, റോഡ് ഉപരോധമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവിടെ 24 ക്യാമറയിലടക്കം മണ്ണിടിച്ചിൽ നടക്കുന്ന ദൃശ്യങ്ങൾ ആ സമയത്ത് അവിടെ എത്തിയ മാധ്യമപ്രവർത്തകരുടെ ക്യാമറയിൽ പതിഞ്ഞതാണ്. അരുൺ പൂപ്പറമ്പ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ അതേ പ്രദേശത്ത് തന്നെയാണോ ഇപ്പോഴും ഈ മണ്ണിടിഞ്ഞിരിക്കുന്നത്? ഉന്മേഷ, നേരത്തെ ആ മണ്ണിടിച്ചിലുണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും കുപ്പത്ത് മണ്ണിടിച്ചിലുണ്ടായത്. ഇത് അല്പം കൂടി മണ്ണും കല്ലുകളും ഇടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീഴുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ
അവിടെ കുന്നിടിച്ച് ദേശീയപാത നിർമ്മാണം നടത്തിയ സ്ഥലത്ത് രണ്ട് സമയത്തായി മണ്ണിടിച്ചിലുണ്ട്. രണ്ടിടങ്ങളിലായി മണ്ണിടിച്ചിലുണ്ടായിരുന്നു. വലിയ ഭാഗം മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നാട്ടുകാർ വലിയ പ്രതിഷേധവും അവരുടെ ആശങ്കയൊക്കെ പ്രകടിപ്പിച്ചതാണ്. ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ്. ദേശീയപാത നിർമ്മാണത്തിൽ തന്നെ അപാകതയുണ്ട്. ആ വലിയ കുന്നിടിച്ച് നിർമ്മാണം നടത്തിയപ്പോൾ അവിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നുൾപ്പെടെയുള്ള അവരുടെ ആശങ്കകൾ, ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതാണ്. പിന്നീട് ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം അവിടെ എത്തി പരിശോധന നടത്തി. ആ DPRൽ ഉൾപ്പെടെ ചില അപാകതകളുണ്ട്, അതിൽ വിശദമായ പരിശോധനയൊക്കെ നടത്തും എന്നവർ പറഞ്ഞിരുന്നു. പക്ഷേ കൂടുതൽ നടപടികൾ അവിടെ ഉണ്ടായില്ല. അതിനിടെയാണ് വീണ്ടും കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാം ഇന്ന് ശക്തമായ മഴ പെയ്തിട്ടുണ്ട്. ആ മേഖലയിലും ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ തന്നെ പെയ്തിട്ടുണ്ട്. ആ മഴയിലാണ് ഇപ്പോൾ വീണ്ടും ഈ കുപ്പത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി എന്തായിരിക്കും ദേശീയപാത അതോറിറ്റി ഇതിൽ ഒരു നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അവിടെ ഇനി നിർമ്മാണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, ഈ മഴക്കാലത്തെ എങ്ങനെ അതിജീവിക്കുമെന്നുള്ളത് വളരെ ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. അതിന് താഴെ ജനവാസ മേഖലയുണ്ട്. അവിടത്തേക്ക് ഈ മണ്ണും കല്ലുകളും ഒക്കെ ചെളിവെള്ളമൊക്കെ ഒലിച്ചിറങ്ങിയിട്ടുള്ള ദുരിതം, ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുപ്പത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധി അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിലെന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ആ കുന്നിടിച്ച് നിർമ്മാണം നടത്തിയ സ്ഥലത്ത് വീണ്ടും വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. മണ്ണ് മാത്രമല്ല, മുകളിലുള്ള വലിയ പാറ കഷ്ണങ്ങൾ അത് പൊടിഞ്ഞ് താഴേക്ക് വീഴുന്ന സാഹചര്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. എന്തായാലും ഒരു ഗതാഗത തടസ്സത്തിലേക്കൊന്നും പോയിട്ടില്ല. അത് അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമം റോഡിലേക്ക് അരുൺ, ഇപ്പോൾ നേരത്തെ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായതാണല്ലോ. അവിടെ താഴെ താമസിക്കുന്നവരുടെ വീടുകളിലേക്കൊക്കെ ഈ മണ്ണും ചെളിയുമൊക്കെ ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ പ്രതിഷേധം കണ്ടതാണ്. അപ്പോൾ ഈ മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ടവിടെ യാതൊരു നടപടിയും അതിനുശേഷവും സ്വീകരിച്ചില്ല എന്നാണ് അരുൺ? തീർച്ചയായും ഉന്മേഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മണ്ണിടിച്ചിലുണ്ടായി. അതിനുശേഷം ആ വീടുകളിലേക്കൊക്കെ ഇത്തരത്തിലുള്ള ചെളിവെള്ളവും മണ്ണും ഒക്കെ ഒലിച്ചിറങ്ങുന്ന സാഹചര്യമുണ്ടാകും. അതിനുശേഷമാണ് ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ ഉണ്ടായത്. അതേ തുടർന്ന് അവിടെ നാട്ടുകാരുമായി ചർച്ച നടത്തി. ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം അവിടെ എത്തി. അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങളുടെ ഭാഗമായി മറ്റ് അധികൃതരൊക്കെ അവിടെ എത്തി. ഇവർക്ക് ഉറപ്പ് നൽകിയതാണ്, ഇതിലൊരു നടപടി ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ മഴ ശക്തിപ്പെടുകയാണ്. ഇതിനിടയിൽ എന്താണ് ഇവർ നടപടി സ്വീകരിക്കുക? അതിൽ പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് വെറും ഒരു ഉറപ്പിലോ അല്ലെങ്കിൽ ഒരു വാക്കിൽ ഒതുങ്ങുമോ എന്ന ആശങ്ക നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇനി എന്തായാലും ഈ ഘട്ടത്തിൽ, അതായത് ഇപ്പോൾ മഴ പെയ്യുന്ന ഘട്ടത്തിൽ അവിടെ നിർമ്മാണം സാധ്യമല്ല എന്ന് ഉറപ്പാണ്. പക്ഷേ നിലവിൽ ഈ വലിയ രീതിയിൽ കുന്നിടിച്ച ഭാഗത്ത് ദൃശ്യങ്ങൾ കാണാം. ആ കുന്നിടിച്ച ഭാഗത്ത് നിന്ന് ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കാലവർഷം നേരത്തെ എത്തിയതോടെ സംസ്ഥാനത്ത് മഴ കനത്തു. എല്ലാ ജില്ലകളിലും മഴ തുടരുകയാണ്. ഇടുക്കിയിൽ അടിമാലി, മൂന്നാർ, പൂപ്പാറ മേഖലകളിൽ ശക്തമായ മഴയുണ്ട്. മയിലാടുംപാറയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. വൃഷ്ടിപ്രദേശത്ത് മഴ കനത്തതോടെ കല്ലാർകുട്ടി ഡാം തുറന്നു. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിലൂടെയുള്ള രാത്രികാല യാത്രകൾ നിരോധിച്ചു. നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച മലപ്പുറം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്, AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന്, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന്, മിഥില ബാലൻ കോഴിക്കോട് നിന്ന്, ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരും. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ്. ഉമേഷ്, ഈ പുതുക്കിയ മഴ മുന്നറിയിപ്പുകൾ ഒപ്പം ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് സംസ്ഥാനത്ത് പൊതുവിൽ മഴ സാഹചര്യം? ഉമേഷ്. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും മഴ ശക്തമായി തന്നെ തുടരുമെന്നാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയും അതീവ ജാഗ്രത വേണം. മറ്റ് റെഡ് അലർട്ടുകൾക്കോ ഓറഞ്ച് അലർട്ടുകൾക്കോ ഇപ്പോൾ മാറ്റമുണ്ടായിട്ടില്ല. റെഡ് അലർട്ടുകൾ 2 ജില്ലകളിൽ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ, മറ്റ് 12 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കും. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 115 മുതൽ 204 മില്ലിമീറ്റർ വരെയാണ് മഴ ലഭിക്കാൻ സാധ്യത. നാളെയും സമാനമായ സാഹചര്യം തുടരും. നാളെ കുറച്ചുകൂടി ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. 5 ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. മറ്റന്നാൾ സംസ്ഥാന വ്യാപകമായി റെഡ് അലർട്ടിന് സമാനമായ മഴ ലഭിക്കും. 11 ജില്ലകളിലെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. പക്ഷേ മറ്റ് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. സ്വാഭാവികമായി കഴിഞ്ഞ ഈ 2 ദിവസവും അതിശക്തമായ മഴ സംസ്ഥാനത്ത് തുടരുന്നുണ്ട്. സ്വാഭാവികമായി 3-ാം ദിവസവും ശക്തമായി തന്നെ മഴ തുടരും. അതിനുശേഷം മഴ കുറഞ്ഞു തുടങ്ങും എന്നാണ് നിലവിൽ മുന്നറിയിപ്പിൽ പറയുന്നത്. പക്ഷേ ബംഗാൾ ഉൾക്കടലിൽ 27-ാം തീയതിയോടുകൂടി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നുണ്ട്. ഇപ്പോൾ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമുണ്ട്. അതിൻ്റെ സ്വാധീനം ശക്തമായി തന്നെ ഈ മഴ
മഴയെ സ്വാധീനിക്കുന്നുണ്ട്. സ്വാഭാവികമായും ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെടുമ്പോൾ അത് ഏത് രീതിയിൽ കാറ്റിനെയും മൺസൂൺ മേഘങ്ങളെയും സ്വാധീനിക്കും എന്നുള്ളതും നിർണായകമാണ്. എന്തായാലും തിരുവനന്തപുരത്ത് ശക്തമായ മഴ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറോളമായി. ഇപ്പോഴും മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ശക്തമായ കാറ്റുമുണ്ട്. കാറ്റ് ശക്തമായി തന്നെ ഇന്ന് രാത്രിയും തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് അവസാനത്തെ മുന്നറിയിപ്പിലും പറയുന്നത്. 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അവസാന മുന്നറിയിപ്പിലും പറയുന്നത്. എന്തായാലും നാശനഷ്ടങ്ങളുടെ കണക്കും ഒരു ഭാഗത്ത് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് മാത്രം കൃഷിനാശം 15 കോടി രൂപയ്ക്ക് മുകളിൽ കൃഷിനാശത്തെ തുടർന്ന് കർഷകർക്ക് നഷ്ടമുണ്ടായി എന്നാണ് പ്രാഥമികമായി വിലയിരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തുടർന്ന മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം തിരുവനന്തപുരത്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. രാഹുൽ വിജയനിലേക്കാണ് ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, ഇടുക്കിയിൽ നിലവിൽ ഏതൊക്കെ മേഖലകളിലാണ് ശക്തമായ മഴ? കല്ലാർകുട്ടി ഡാം തുറന്നിരിക്കുകയാണല്ലോ, വിവരങ്ങൾ രാഹുൽ. ഉന്മേഷ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കട്ടപ്പന ഭാഗത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. അല്പസമയം മുമ്പ് ഇവിടെ മഴ പെയ്തിരുന്നു. പക്ഷേ അടിമാലി, മൂന്നാർ, പൂപ്പാറ, രാജാക്കടി മേഖലയിൽ ശക്തമായ മഴ പെയ്യുന്നു. ഇടതടവില്ലാതെ മഴ പെയ്യുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പ് മയിലാടും പാറയിൽ ഒരു ഓട്ടോയ്ക്ക് മുകളിലേക്ക് മരവും അതുപോലെ തന്നെ ലൈൻ കമ്പിയും പൊട്ടി വീണ് വലിയ തരത്തിലുള്ള ഒരു അപകടമുണ്ടായി. ഓട്ടോയിലുണ്ടായിരുന്ന ഡ്രൈവർക്ക് നിസാര പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മൂന്നാർ മേഖലയിൽ അതിശക്തമായ മഴ തുടരുന്നു എന്നുള്ളത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കാരണം വിനോദസഞ്ചാരികൾ ഒരുപാടായി എത്തുന്ന ഒരു ദിവസം കൂടിയാണ്, അവധി ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മഴ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല കല്ലാർകുട്ടി ഡാമിന്റെ ഒരു ഷട്ടർ 15 സെന്റിമീറ്റർ ഉയർത്തി മുതിരപ്പുഴയാറിലേക്ക് വെള്ളം ഒഴുക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. അത് പെരിയാറിലേക്കാണ് ചെല്ലുന്നത്. വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ വെള്ളത്തിന്റെ തോത് കൂട്ടി പുറത്തേക്ക് ഒഴുക്കുന്നില്ല. വലിയ അളവല്ല, ചെറിയ അളവിൽ മാത്രമാണ്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മാത്രം ഈ ഷട്ടറുകൾ ഉയർത്തിയതാണ്. എന്തായാലും ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഷട്ടറുകൾ തുറക്കാനുള്ളൊരു സാധ്യത കൂടി തെളിയുന്നുണ്ട്. എന്തായാലും അത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ കരുതേണ്ട എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ പല ഭാഗത്തായിട്ട് ഇടുക്കിയിൽ മഴ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്മേഷ്, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, ഇപ്പോൾ ഈ കോഴിക്കോട് പലയിടങ്ങളിലും വീടുകൾ അടക്കം തകർന്ന സ്ഥിതിയുണ്ടല്ലോ, മരങ്ങൾ വീണ് വീട് തകർന്ന സ്ഥിതിയുണ്ട്. മറ്റൊന്ന് ഈ താമരശ്ശേരി ചുരത്തിലെ ഗതാഗത തടസ്സമാണല്ലോ, വിവരങ്ങൾ എന്തൊക്കെയാണ് മിഥില? ഉന്മേഷ്, കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ ചാറ്റൽ മഴയാണ്. അതേസമയം തന്നെ ഗ്രാമീണ മേഖലകളിലേക്ക് അല്ലെങ്കിൽ മലയോര മേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് താമരശ്ശേരി ഭാഗങ്ങളിൽ, താമരശ്ശേരി ചുരത്തിലാണ് അല്പസമയം മുമ്പ് മരം വീണത്. മരം വീണ് 8-ാം വളവിനും 9-ാം വളവിനും ഇടയിലാണ് മരം വീണത്. ഗതാഗത തടസ്സം രൂക്ഷമായി അവിടെ നേരിടുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ മഴത്തുള്ളികളുടെ ശക്തി കൂടിക്കൂടി വരുന്നുണ്ട്. അല്പസമയം മുമ്പ് വരെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് കോഴിക്കോട് നഗരത്തിലും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇന്ന് രാവിലെ മുതലുള്ള കണക്കെടുക്കുകയാണെങ്കിൽ കോഴിക്കോട് താലൂക്കിൽ 10 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. വടകര, കൊയിലാണ്ടി താലൂക്കുകളിലായി ഓരോ വീടുകളും തകർന്നിട്ടുണ്ട്. നാളെ റെഡ് അലേർട്ടാണ് ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ കളക്ടറുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. മുൻ വർഷങ്ങളിൽ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് മണ്ണിടിഞ്ഞത്, അത്തരം മണ്ണിടിഞ്ഞ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് വെള്ളച്ചാട്ടം, പുഴ അല്ലെങ്കിൽ കടൽത്തീരങ്ങൾ, ഇവിടങ്ങളിൽ ആളുകൾ എത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോറിയുടെ പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പറയാനുള്ള ഒരു കാര്യം എന്നത് കോഴിക്കോടിന്റെ നഗരപ്രദേശങ്ങൾ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന നഗരമേഖലയിൽ ഉൾപ്പെടെ മഴയുടെ ശക്തി കൂടി വരുന്നു. നേരത്തെ ഞാൻ ലൈവ് തരുന്ന സമയത്ത് ഒരു ചാറ്റൽ മഴയായിരുന്നുവെങ്കിൽ ഇപ്പോൾ മഴത്തുള്ളികളുടെ ശക്തി കൂടിക്കൂടി വരികയാണ്. ഉന്മേഷ്, ശരി, കോഴിക്കോട് മഴയുടെ ശക്തി കൂടുന്നു. മിഥില ബാലനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പാലക്കാട് വിളയൂർ കുപ്പത്ത് വൻ ആൽമരം കടപുഴകി വീണിരിക്കുന്നു. 150-ലേറെ വർഷത്തിലേറെ പഴക്കമുള്ള ആൽമരമാണ് കടപുഴകി വീണത് എന്ന് ശ്രീജിത് ശ്രീകുമാറിന് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. മഴക്കെടുതി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ എത്തും. ആൻമരിയ സണ്ണിയിലേക്കും ഒപ്പം എ വി ജയശങ്കറിലേക്കും ഇടവേളയ്ക്ക് ശേഷം. പ്രൈം ടൈമിലേക്ക് തിരികെ എത്തുമ്പോൾ നമ്മൾ മഴ വാർത്തകളിലേക്ക് തന്നെയാണ്. കോഴിക്കോട് ശക്തമായ മഴ പെയ്യുന്നു എന്നിപ്പോൾ മിഥില ബാലൻ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റോഡുകൾ ഇടിയുന്ന അവസ്ഥയുണ്ട് എന്ന് അമൽ അറിയിക്കുന്നുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വില്ലാഞ്ചിറയിൽ റോഡ് ഇടിഞ്ഞു എന്നാണ് അമൽ അറിയിക്കുന്നത്. നമ്മൾ ആൻമരിയ സണ്ണിയിലേക്ക് പോകുന്നു. ആൻമരിയ, കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും എങ്ങനെയാണ് മഴ സാഹചര്യം? ഒപ്പം ഈ തീരദേശ മേഖലയിൽ കടലാക്രമണമുണ്ടോ ഇപ്പോൾ?
ഉന്മേഷ്, കൊച്ചിയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. നഗരപ്രദേശങ്ങളിൽ അല്പസമയങ്ങൾക്ക് മുൻപ് മഴയ്ക്ക് നേരിയ രീതിയിലുള്ളൊരു ശമനമുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ഇപ്പോൾ മഴയുടെ ഒരു സാഹചര്യം. ശക്തമായി തന്നെ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. ഈ മലയോര മേഖലയിലേക്കും തീരദേശ മേഖലകളിലേക്കും ചെല്ലുകയാണെങ്കിൽ അവിടെയെല്ലാം ശക്തമായ മഴയാണ് പറയുന്നത്. അങ്കമാലി, കാലടി മേഖലകളിലെല്ലാം അതിശക്തമായ മഴയാണുള്ളത്. ഈ കാലടി പാലത്തിൽ ഈ പാലം തകരുന്ന ഒരു സാഹചര്യം പൂർണ്ണമായിട്ടുമല്ല, പക്ഷേ കുഴികൾ രൂപപ്പെട്ടതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു ഗതാഗത കുരുക്കുണ്ട് എന്നും അവിടുത്തെ പ്രാദേശിക ലേഖകന്മാരോട് നമ്മളോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അതിന്റെ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പിന്നീട് മറ്റൊരു കാര്യം പറയാനുള്ളത് തീരദേശ മേഖലകളിലേക്കാണ്. തീരദേശ മേഖലകളിൽ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ കടലാക്രമണമുണ്ട്. ഈ പല ഭാഗങ്ങളിലും കണ്ണമാലിയിലെല്ലാം ചില പ്രദേശങ്ങൾ, ചെറിയതോട് അടക്കമുള്ള ചെറിയ പ്രദേശങ്ങളിലെല്ലാം ഇതിനോടകം തന്നെ കടലാക്രമണം ഉണ്ടായിട്ടുമുണ്ട്. വീടുകളിലേക്കെല്ലാം അതിശക്തമായിട്ട് ഈ കടലാക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള പ്രതിഷേധവും നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴും എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും മഴ ശക്തമായി തന്നെ പെയ്യുകയാണ്. ഇതിനോടകം തന്നെ ക്യാമ്പുകൾ തുറക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കുമെന്ന് ഈ എറണാകുളം ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട്. ഈ എല്ലാ തരത്തിലുമുള്ള ജില്ലാ ഭരണകൂടം എല്ലാ തരത്തിലുമുള്ള മുൻകരുതലുകൾ ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ മുങ്ങുന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം ജില്ല. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം ഏറെ മുൻകരുതലുകൾ എടുത്തിട്ടുമുണ്ട്. ഈ പല പ്രദേശങ്ങളിലും ചെറിയ രീതിയിലുള്ള റോഡുകളിൽ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നഗരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ മഴയ്ക്കൊരു ശമനമുണ്ട് എങ്കിലും തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും മഴ പെയ്യുന്നുണ്ട്. ഉന്മേഷ്, അൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. ദേവി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ പത്തനംതിട്ടയിൽ നിലവിൽ ശക്തമായ മഴയുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ ജയശങ്കർ? ശക്തമായ മഴ പലയിടത്തും ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജില്ലാ കളക്ടർ ഈ മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രികാല യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും കോറികളുടെ പ്രവർത്തനവും ഈ 28-ാം തീയതി വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കോന്നി കക്കോട് റോഡിൽ കല്ലേലി പാലത്തിന് സമീപം മരം കടപുഴകി വീണുകൊണ്ട് ഇവിടെ 2 KSRTC ബസ് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഈ മരം ഈ കാടിനോട് ചേർന്നുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മരം ഒക്കെ മുറിച്ചു നീക്കിയാൽ മാത്രമേ ഇവിടുന്ന് ആളുകളെ മാറ്റാനാകൂ എന്നാണ്, നിലവിൽ വാഹനം ഉൾപ്പെടെ കൊണ്ടുപോയി മാറ്റാനാകൂ എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ തിരുവല്ല ഭാഗത്തും ശക്തമായൊരു മഴയാണ് അനുഭവപ്പെടുന്നത്. തിരുവല്ല നെടുമ്പ്രത്ത് വീടിന് മുകളിൽ മരം വീണു. തോപ്പിൽ വടക്കേത്തിൽ ചന്ദ്രന്റെ വീടിന് മുകളിലാണ് മരം വീണത്. മറ്റ് ആളപായവും മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഒപ്പം തന്നെ മുത്തൂരിലും സമാനമായ രീതിയിൽ മരം വീണിട്ടുണ്ട്. ഈ കനത്ത മഴയിൽ KCBക്ക് വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ജില്ലയിൽ ഉണ്ടായത്. പലയിടങ്ങളിലും KCBയുടെ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്. വൈദ്യുതി ബന്ധം പല സ്ഥലത്തും വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ്. എന്തായാലും ഇതെല്ലാം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം KCBയുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും പത്തനംതിട്ട നഗരത്തിലും മലയോര മേഖലയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്നുണ്ട് എന്നാണ് ഉന്മേഷ് നമുക്ക് ഈ നിമിഷം അറിയിക്കാനുള്ളത്. AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നേരത്തെ നൽകിയ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. കനത്ത മഴയെ തുടർന്ന് പാലക്കാട് വിളയൂർ കൊപ്പത്ത് വൻ ആൽമരം കടപുഴകി വീണു. 150-ലേറെ വർഷത്തെ പഴക്കമുള്ള ആൽമരമാണ് വീണത്. പ്രദേശത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, ഇത് എപ്പോഴാണ് ഈ മരം കടപുഴകി വീണത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? ഇന്ന് രാവിലെ മുതൽ പാലക്കാട് ജില്ലയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ പെയ്യുകയാണ്. അങ്ങനെ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ മരം കടപുഴകി വീണതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ മരം കടപുഴകി വീണ സമയത്ത് ഈ പ്രദേശത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. ശക്തമായ മഴ പെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ആലിന് ചുറ്റും ഒരു മനുഷ്യർ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വൻ അപകടമാണ് ഒഴിവായത്. 150-ലേറെ വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് ഈ ആൽമരത്തിന് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വലിയ അപകടം ഒഴിവായി. പാലക്കാട് ജില്ലയുടെ എല്ലാ മേഖലകളിലും ശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അട്ടപ്പാടി ആയിക്കോട്ടെ, നെല്ലിയാമ്പതി ആയിക്കോട്ടെ, മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കണമെന്ന് ഇതിനകം തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചു കഴിഞ്ഞു. വെള്ളച്ചാട്ടങ്ങൾ, പുഴയുടെ തീരങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കയറരുതെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉന്മേഷൻ, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ പാലക്കാട് നിന്ന് ഒരു വാർത്ത കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ എസ് ശ്രീകാന്ത് അറിയിക്കുന്നത് CMRL കമ്പനിക്കെതിരായ ആരോപണങ്ങൾ വിലക്കണമെന്നുള്ള ആവശ്യത്തിൽ CMRL നൽകിയ ഹർജിയിൽ ഷോൺ ജോർജിനും മെറ്റയ്ക്ക് നോട്ടീസ്. സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് കോടതി വിലക്കിയിരിക്കുന്നു. എറണാകുളം മുൻസിഫ് കോടതിയുടേതാണ് ഈ ഇടക്കാല ഉത്തരവ് എന്നിപ്പോൾ എസ് ശ്രീകാന്ത് അറിയിക്കുന്നുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച ശേഷം വാഹനമോടിച്ച് നിയമ നടപടി നേരിട്ടവരിൽ ഏറ്റവും കൂടുതൽ പേർ കോട്ടയം ജില്ലയിൽ ഉള്ളവരെന്ന് കണക്കുകൾ. സംസ്ഥാന ഗതാഗത വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2025 ജനുവരി മുതൽ 2025 മാർച്ച് 14 വരെ കോട്ടയത്ത് നിന്ന് 4489 പേർ നിയമ നടപടിക്ക് വിധേയരായി. ആലപ്പുഴയിൽ 3258 പേർ നിയമ നടപടിക്ക് വിധേയരായി. 2682 പേരുമായി എറണാകുളം റൂറലും 2503 പേരുമായി പത്തനംതിട്ടയും 2264 പേരുമായി കൊല്ലം സിറ്റിയും തൊട്ടു പിന്നാലെയുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ അരുൺ രാജ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. അരുൺ, എങ്ങനെയാണ് ഈ കണക്കുകൾ? അരുൺ,
ഉന്മേഷ, സംസ്ഥാനത്തെ ഈ വാഹനം ഓടിക്കുന്നവരിൽ, അത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരിൽ പിടിക്കപ്പെടുന്നവരുടെ എണ്ണത്തിന്റെ കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2024-ലും 2025-ലും കോട്ടയത്തുകാരാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടവരിൽ കൂടുതൽ എന്നുള്ളതാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. 2025 ജനുവരി മുതൽ മാർച്ച് 14 വരെ കോട്ടയത്ത് നിന്ന് മാത്രം 4484 പേരാണ് ലഹരി വസ്തുക്കൾ, അത് മദ്യമോ മയക്കുമരുന്നോ അടക്കമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് പിടിക്കപ്പെട്ടിട്ടുള്ളത്. 2ാം സ്ഥാനം ആലപ്പുഴ ജില്ലയ്ക്കാണ്. 3ാം സ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം റൂറലും പത്തനംതിട്ട ജില്ലയും തൊട്ട് പിന്നിലായി ഉണ്ട് എന്നുള്ളതാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എറണാകുളം സിറ്റിയിൽ ആണ് ഏറ്റവും കുറച്ച് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് പിടിക്കപ്പെട്ടവരുടെ എണ്ണത്തിൽ ഏറ്റവും കുറവ്, അത് 432 പേർ മാത്രമാണ്. അത് ഏറ്റവും കുറവ് പാലക്കാട് ജില്ലയിലാണ്, 241. കണ്ണൂർ സിറ്റിയിൽ 273 വയനാട് 363 പേരും ഇത്തരത്തിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2024-ലും കോട്ടയത്തിന്റെ സ്ഥിതി മറ്റൊന്നല്ല എന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകളിൽ പറയുന്നുണ്ട്. 2024-ൽ കോട്ടയത്ത് 15,802 പേരാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലടക്കം പിടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മദ്യം മയക്കുമരുന്ന് ഉപയോഗിച്ച് ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് അറിഞ്ഞിട്ടും ഈ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണവും ഓരോ വർഷവും കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകളിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് കരിപ്പൂർ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രധാന പ്രതി പിടിയിലായിരിക്കുന്നു. കണ്ണൂർ സ്വദേശിയാണ് കരിപ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അബുദാബി വഴി കടത്തിയ 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് വിമാനത്താവളത്തിന് പുറത്തുവെച്ച് പോലീസ് പിടികൂടിയത്. കൊടൈക്കനാലിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് പ്രതിയെ പിടികൂടിയത്. മലപ്പുറത്തുനിന്ന് വിപിൻ സി വിജയൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഈ മാസം 12-ാം തീയതിയായിരുന്നു അബുദാബിയിൽ നിന്ന് എത്തിയ വിമാനത്തിൽ ഏകദേശം 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയത്. 14 കോടിയോളം വില വരുന്ന കഞ്ചാവാണ് ഒരു ട്രോളി ബാഗ് നിറയെ കടത്തിയത്. അത് വിമാനത്താവളത്തിന് പുറത്ത് അത് കൈപ്പറ്റുന്നതിനിടയിലാണ് പിടികൂടിയത്. അങ്ങനെ 2 പേർ ആദ്യം തന്നെ പിടിയിലായിരുന്നു. റിജിൽ റോഷൻ എന്ന കണ്ണൂർ സ്വദേശികളാണ് അന്ന് പോലീസിന്റെ പിടിയിലായത്. എന്നാൽ ഇത് കൊണ്ടുവന്ന യാത്രക്കാരൻ, അയാൾ ടാക്സിയിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോയിരുന്നു. ഈ സമയത്ത് പോലീസ് ഇയാളെ ട്രേസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് ടാക്സി വാഹനം നിർത്തി അതിൽ നിന്ന് ഇറങ്ങി മുങ്ങുകയുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പോലീസ് ഏകദേശം 12 ദിവസമായി ഇയാൾക്ക് ആയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. ഇപ്പോൾ കൊടൈക്കനാലിൽ നിന്നാണ് കരിപ്പൂർ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പല ഭാഗങ്ങളിലായി ഒളിവിൽ താമസിച്ച് വരികയായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ കൊടൈക്കനാലിൽ നിന്ന് പിടികൂടി കൊണ്ടോട്ടിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഹൈബ്രിഡ് അതിനുശേഷവും ഈ ബാങ്കോങ് വഴിയും അബുദാബിയിൽ നിന്നൊക്കെയായി ഇങ്ങോട്ടേക്ക് കടത്തുന്നുണ്ടായിരുന്നു. കരിപ്പൂർ വിമാനത്താവളം വഴി ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നുണ്ടായിരുന്നു. അതിലെ ആദ്യത്തെ കേസിലെ പ്രധാന സൂത്രധാരനാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിൽ, കൊടൈക്കനാലിൽ നിന്ന് പിടിയിലായിരിക്കുന്നത്. ഉന്മേഷ്, വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഒരു അറിയിപ്പ് ഇപ്പോൾ വരുന്നുണ്ട്. കനത്ത മഴ കാരണം റെഡ് അലേർട്ട് കണ്ണൂരിലുണ്ട്. കണ്ണൂരിൽ മെയ് 26 നടത്താനിരുന്ന മുഖ്യമന്ത്രിയുടെ മേഖലാതല അവലോകന യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അറിയിപ്പായി പുറത്തു വരുന്നുണ്ട്. 26 നടത്താനിരുന്ന മുഖ്യമന്ത്രി അവലോകന യോഗമാണ് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രൈം ടൈമിലേക്ക് തിരികെ എത്തുമ്പോൾ ഒട്ടേറെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ആ കപ്പലിന്റെ വാർത്ത എന്താ എന്നുള്ളത്. ആ കപ്പലിലുണ്ടായിരുന്ന 21 ജീവനക്കാരെ രക്ഷപ്പെടുത്തി 3 പേർ ആ കപ്പലിൽ ഇപ്പോഴും സുരക്ഷിതരായി തുടരുന്നുണ്ട്. ആ കപ്പൽ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നാളെയും ദൗത്യം തുടരും. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം. എറണാകുളം തിരുവാണിയൂരിൽ 4 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കുട്ടിയുടെ പിതൃ സഹോദരനായ പ്രതിയെ 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയുടെ മുറിയിൽ നിന്നും പോലീസ് ശേഖരിച്ച വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ 4 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കേസിലാണ് പിതൃ സഹോദരനായ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത്. പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച കോലഞ്ചേരി കോടതി 3 ദിവസത്തേക്കാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത്. കുട്ടിയെ പീഡിപ്പിച്ച വിവരം കുട്ടി അമ്മയോട് പറഞ്ഞു എന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിരുന്നു. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചതോടെ പ്രതിയെയും കുട്ടിയെ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അമ്മയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പീഡന വിവരം അമ്മ അറിഞ്ഞിരുന്നുവെങ്കിൽ ആരോടെങ്കിലും ഈ വിവരം പറഞ്ഞിരുന്നു എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതിയുടെ മുറിയിൽ നിന്ന് പോലീസ് ശേഖരിച്ച വസ്ത്രങ്ങളടക്കം പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. 24 കൊച്ചി. മഴ കനത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും ഡാമുകൾ തുറക്കുമോ എന്നുള്ള ചോദ്യം അരുൺ ജി മുട്ടള ചോദിക്കുന്നുണ്ട്. കല്ലാർകുട്ടി ഡാം, ഇടുക്കിയിലെ കല്ലാർകുട്ടി ഡാം ഇതിനോടകം തുറന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമ്മുടെ ടിക്കറിൽ പോവുകയും ചെയ്യുന്നുണ്ട്.
CMRL കമ്പനിക്കെതിരായ ആരോപണങ്ങൾ വിലക്കണം എന്ന പരാതിയിൽ നോട്ടീസ് അയച്ച് കോടതി. CMRL നൽകിയ ഹർജിയിൽ ഷോൺ ജോർജിനും മെറ്റയ്ക്കുമാണ് നോട്ടീസ് അയച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് വിലക്കുണ്ട്. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പോൾ പുറത്തു വരുന്നത് ഈ CMRLുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് CMRL കമ്പനിക്കെതിരായ ആരോപണങ്ങൾ വിലക്കണം എന്ന ആവശ്യത്തിന്മേൽ CMRL നൽകിയ ഹർജിയിൽ ഷോൺ ജോർജിനും മെറ്റയ്ക്കും ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപം ഉന്നയിക്കുന്നതിന് വിലക്കും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളം മുൻസിഫ് കോടതിയുടേതാണ് ഇടക്കാല ഉത്തരവ്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഷോൺ ജോർജിനെതിരെ CMRL മുൻസിഫ് കോടതിയിൽ സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്തത്. അതിന്മേലാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു താൽക്കാലിക വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തകർന്നു വീണ കൂരിയാട് ദേശീയ പാതയിൽ നിർമ്മാണത്തിനിരിക്കെ തന്നെ വെള്ളം കയറി. 1 വർഷം മുൻപാണ് വെള്ളം കയറിയത്. സർവീസ് റോഡിൽ വെള്ളം കയറുന്നത് പരിഹരിക്കാതെയാണ് ഉയരത്തിൽ പ്രധാന പാത നിർമ്മിച്ചത്. അശാസ്ത്രീയത വ്യക്തമാക്കുന്ന ദൃശ്യം 24-ന് ലഭിച്ചു. കഴിഞ്ഞ മഴക്കാലത്തെ ദൃശ്യമാണിത്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. സർവീസ് റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ. സർവീസ് റോഡ് ഇതേ ഉയരത്തിൽ തന്നെയാണ് ഇപ്പോഴും. അശാസ്ത്രീയമായാണ് ഈ ഭാഗത്ത് പാത നിർമ്മിച്ചതെന്ന് വ്യക്തം. സർവീസ് റോഡ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഉയർത്തേണ്ടതിന്റെ ആവശ്യകത വിളിച്ചു പറയുകയാണ് ഈ ദൃശ്യം. റോഡ് പൊളിച്ച് പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. റോഡ് തകർന്ന ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് പൂർണ്ണമായും അടച്ചു. ജനങ്ങൾ അപകടസ്ഥലം സന്ദർശിക്കുന്നത് തടയാനാണ് നടപടി. 24 തിരൂർ. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു വിവരം വരുന്നത് വടക്കൻ പറവൂർ ചിറ്റാറ്റുകരയിൽ ശക്തമായ മഴയിലും കാറ്റിലും വീടിന് മുകളിലേക്ക് മരം വീണു. ചിറ്റാറ്റുകര പഞ്ചായത്ത് പരിധിയിൽ പട്ടണത്ത് അനന്തകൃഷ്ണന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ഈ വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരുക്കില്ല എന്നാണ് ഇപ്പോൾ ആൻമരിയ സണ്ണി അറിയിക്കുന്നത്. പാലക്കാട് ആലത്തൂരിൽ ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന ഭാഗത്ത് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. സ്വാതി ജംഗ്ഷനിലാണ് ഇന്ന് രാവിലെ റോഡ് ഇടിഞ്ഞു താഴ്ന്നത്. നിർമ്മാണ കമ്പനിയുടെ അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ കെ രാധാകൃഷ്ണൻ MP രംഗത്തെത്തി. ദേശീയപാതയിൽ ആലത്തൂർ സ്വാതി ജംഗ്ഷനിൽ ഇന്ന് പുലർച്ചെയോടെയാണ് റോഡിൽ ഗർത്തം രൂപപ്പെട്ടത്. പുലർച്ചെയായതിനാൽ കൂടുതൽ വാഹനങ്ങളില്ലാത്തത് വൻ അപകടമൊഴിവാക്കി. നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന റോഡിന്റെ ഒരു ഭാഗത്ത് തൃശൂരിലേക്കുള്ള സ്പീഡ് ട്രാക്കിലാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നത്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കരാർ കമ്പനിയുടെ അനാസ്ഥയാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് സ്ഥലത്തെത്തിയ കെ രാധാകൃഷ്ണൻ MP. ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് നടന്ന കുഴപ്പമുണ്ടെന്നുള്ള കാര്യം മുന്നേ അറിയില്ലായിരുന്നു. കൃത്യമായിട്ടൊരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാകേണ്ടതായിരുന്നു. ടോൾ പിരിക്കാൻ ഇവർക്ക് സാമർത്ഥ്യം കാണിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സംവിധാനം ഒരുക്കുന്നതിൽ പരാജയമാണ്. സമാന്തര പാതകൾ ഒരുക്കാതെയാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നടക്കുന്ന ദേശീയപാത നിർമ്മാണം എന്ന ആരോപണവും ശക്തമാണ്. ഇതുമൂലം മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കും ഈ മേഖലയിലാകെ പതിവാണ്. റോഡ് തകർന്ന സംഭവത്തിൽ ഉന്നതതല യോഗം വിളിക്കുമെന്ന് ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ അറിയിച്ചു. 24 പാലക്കാട്. കൊല്ലം ചവറ കരിത്തുറയിൽ ഖനനത്തിനിടയിൽ കടൽ ഭിത്തി തകർന്നു. ജനവാസ മേഖലയിലേക്ക് കടൽ കയറി. ഖനന സ്ഥലത്ത് മണ്ണ് തിരികെ നിക്ഷേപിക്കാൻ നീക്കം നടത്തുകയാണ് കരാറുകാരൻ. പ്രദേശവാസികൾ ഭീതിയിലാണ്. അയണിവേലിക്കുളങ്ങര, പന്മന, വെള്ളാനത്തുരുത്ത്, ആലപ്പാട്, തോട്ടപ്പള്ളി, ചവറ, പടിഞ്ഞാറ് കടലെടുക്കുന്ന തീരദേശ ഗ്രാമങ്ങളുടെ പേരുകൾ ഇങ്ങനെ നീളുകയാണ്. പലയിടവും ഏതാണ്ട് പൂർണ്ണമായും കടലെടുത്തു. അതിലൊരിടമാണ് ചവറയിലെ കരിത്തുറ എന്ന ഗ്രാമം. അയ്യാറിയാണ് ഖനനം നടത്തുന്നത്. രണ്ടു മാസം മുമ്പ് തുടങ്ങിയ ഖനനം തീരസംരക്ഷണ ഭിത്തിയോരം വരെ നീണ്ടു. ഈ അയ്യാറിക്ക് സ്ഥലം കൊടുത്തുണ്ട്. 23 വർഷം കൊണ്ട് വാടകയ്ക്ക് ഇവിടെ ഇവിടെ താമസിക്കുക. ഈ കടലിങ് കയറിയാണെങ്കിൽ ഞങ്ങൾ കടലിങ് കൊണ്ട് ഞങ്ങളെ കൊണ്ട് അങ്ങ് പോകും. 1 ലക്ഷം ടൺ മണലാണ് കരിത്തുറയിൽ നിന്ന് മാത്രം ഖനനം ചെയ്തത്. ഇതോടെ കടൽ ഭിത്തി തകർന്നു. കരതേടി കടലെത്തി. ശാശ്വത പരിഹാരം എന്ന് പറയുന്നതിന് ഇപ്പൊ ഇങ്ങനെ ഒരു വേസ്റ്റ് മണ്ണ് അടിച്ചു വെച്ചിട്ട് കൊണ്ട് പരിഹാരമില്ല. കൃത്യമായിട്ടുള്ള കടൽ ഭിത്തി നിർമ്മിക്കണം. ഒരു ശാശ്വത പരിഹാരമാണെന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും. എന്തായാലും ഇപ്പോഴും പേടിയിൽ തന്നെ നമ്മൾ കഴിയുന്ന. പകലെങ്ങനെയും നമുക്ക് പോകാൻ.
കാലവർഷം നേരത്തെ എത്തിയതാണ് കടൽഭിത്തി തകരാൻ കാരണമെന്നും ഖനനം ചെയ്ത സ്ഥലത്ത് പകരം മണൽ നിക്ഷേപിക്കുമെന്നും കരാറുകാരൻ 24-നോട് പറഞ്ഞു. സൈമൾട്ടേനിയസ് ആയിട്ട് ഫില്ല് ചെയ്ത് മാറ്റിയ നമ്മളിവിടെ. അപ്പോൾ ഇന്നലെ രാത്രി തൊട്ടേ ഫില്ലിങ് തുടങ്ങിയതാണ്, 7 മണി തൊട്ട്. അപ്പം ഇന്നലെ പകലും ഫില്ലിങ് ഉണ്ടായിരുന്നു, ഇതിപ്പം ഫില്ല് ചെയ്ത് മാറ്റുകയെന്നേ ഉള്ളൂ. അപ്പോൾ വേറെ ഒരു മാർഗ്ഗമില്ല, നമ്മൾ എങ്ങനെയെങ്കിലും ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്യാന്നേ ഉള്ളൂ. കലിതുള്ളി എത്തുന്ന തിരമാലകൾക്കും കറുത്തുരുണ്ട് കൂടുന്ന കാർമേഘങ്ങൾക്കും നടുവിൽ കരഞ്ഞുകലങ്ങിയ കണ്ണുമായി ഭരണകൂടത്തിന്റെ ഇടപെടലുകളത്ത് നിസ്സഹരായി നോക്കി നിൽക്കുകയാണ് ഒരു ജനത. ഖനനത്തിലൂടെ കവർന്നെടുക്കുന്നത് തീരത്തെ മാത്രമല്ല, തീരദേശവാസികളുടെ സ്വപ്നത്തെ കൂടിയാണ്. ഇവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുക കൂടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഉത്തരം പറയേണ്ട അധികാരികൾ മൗനം പാലിക്കുമ്പോൾ ഇവരുടെ കണ്ണുനീരിന് ആരാണ് ഇനി മറുപടി പറയുക? അടിയന്തര പരിഹാരം ഉണ്ടായേ മതിയാവും. കൊല്ലത്ത് അരുൺ രാജ്, 24. പ്രൈം ടൈമിലേക്ക് തിരികെ. പാകിസ്ഥാൻ ആക്രമണം നടത്തിയ ജമ്മു കശ്മീരിലെ പൂഞ്ച് സന്ദർശിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളെ നേരിൽ കണ്ടു. മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ദേശീയതലത്തിൽ ഉന്നയിക്കണമെന്ന് പൂഞ്ചിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടതായി രാഹുൽ ഗാന്ധി. ഗുജറാത്ത് അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച പാക് സ്വദേശിയെ സേന വെടിവെച്ചു കൊന്നു. പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇത് 2ാം തവണയാണ് രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നത്. പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയ പൂഞ്ചിലെ ജനവാസ മേഖലകൾ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളെ നേരിൽ കണ്ടു. പൂഞ്ചിലെ സ്കൂളിൽ സന്ദർശനം നടത്തിയ രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളുമായി സംവദിച്ചു. എല്ലാം സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്ന് അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ദേശീയ തലത്തിൽ ഉന്നയിക്കും. लोगों से बातचीत की, उनकी जो समस्या है उनको समझने की कोशिश की. उन्होंने मुझे कहा है कि 2-3 चीजें नेशनल लेवल पे रेज करनी है, वो मैं रेज करूंगा. പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടന്ന പൂഞ്ചിലെ ശ്രീ ഗുരു സിംഗ് സഭ ഗുരുദ്വാരയും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ഇന്ത്യയിലേക്ക് ഗുജറാത്ത് അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച പാകിസ്ഥാൻ സ്വദേശിയെ സേന വെടിവെച്ചു കൊന്നു. ഗുജറാത്തിലെ ബനസ്കന്ത ജില്ലയിൽ ഇന്ത്യൻ പ്രദേശത്ത് കടക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു BSFന്റെ നടപടി. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. 24 ഡൽഹി. ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ പുതിയ നായകൻ. ഋഷഭ് പന്താണ് വൈസ് ക്യാപ്റ്റൻ. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കരുൺ നായർ ടീമിൽ തിരിച്ചെത്തിയപ്പോൾ പരിക്ക് മൂലം ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിലേക്ക് മുഹമ്മദ് ഷമിയെ പരിഗണിച്ചില്ല. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ, ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ ആൻഡ് വൈസ് ക്യാപ്റ്റൻ. ഇന്ത്യൻ ക്രിക്കറ്റിൽ തലമുറ മാറ്റം. രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ ഇനി ശുഭ്മാൻ ഗിൽ നയിക്കും. ഋഷഭ് പന്താണ് ഉപനായകനും 1ാം വിക്കറ്റ് കീപ്പറും. പ്രായവും IPL നായകനായുള്ള മികച്ച പ്രകടനവും തുടങ്ങി പല ഘടകങ്ങൾ ഗില്ലിന് ഗുണകരമായെന്ന് BCCI മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ. Obviously he's very young, but we've seen the improvement, and I know it's T20 cricket for GT as well, but you take feedback from a lot of people, and we are hopeful that he's the guy who can. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കരുൺ നായർ തിരിച്ചെത്തിയതാണ് ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിന്റെ സെലക്ഷനിലെ ഹൈലൈറ്റ്. 2017 മാർച്ചിൽ ഓസ്ട്രേലിയക്കെതിരെ അവസാനമായി കളിച്ച കരുണിന്റെ മടങ്ങിവരവിന് വഴിയൊരുക്കിയത് ആഭ്യന്തര ക്രിക്കറ്റിൽ തീർത്ത റൺമല. ജസ്പ്രീത് ബുംറ, KL രാഹുൽ, രവീന്ദ്ര ജഡേജ, യശസ്വി ജയ്സ്വാൾ, ധ്രുവ് ജൂറൽ, മുഹമ്മദ് സിറാജ്, കുൽദീപ് യാദവ് തുടങ്ങിയ പ്രമുഖ താരങ്ങളെല്ലാം ടീമിലെ സ്ഥാനം നിലനിർത്തിയപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും മിന്നും പ്രകടനം തുടരുന്ന സായ് സുദർശനും പേസർ അർഷ്ദീപിനും ആദ്യമായി ടെസ്റ്റ് ടീമിലേക്ക് വിളിയെത്തി. ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്നാണ് മുഹമ്മദ് ഷമിയെ ഒഴിവാക്കേണ്ടി വന്നതെന്നും അജിത് അഗാർക്കർ. അതേസമയം സർഫ്രാസ് ഖാനെ ഒഴിവാക്കി. ഡ്രസ്സിംഗ് റൂമിലെ വിവരങ്ങൾ സർഫ്രാസ് ഖാൻ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതായി മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ പരാതിപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. രോഹിത് കോഹ്ലി യുഗത്തിന് ശേഷം ഇന്ത്യയുടെ ആദ്യ ദൗത്യമാണ് ജൂൺ 20 തുടങ്ങുന്ന 5 മത്സര ടെസ്റ്റ് പരമ്പര. ശുഭ്മൻ ഗിൽ എന്ന ക്യാപ്റ്റന് കീഴെ യുവത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി കണക്കാക്കിയുള്ള ദീർഘകാല പദ്ധതി കൂടിയാണ് സെലക്ടർമാർ മുംബൈയിലെ BCCI ആസ്ഥാനത്ത് പ്രഖ്യാപിച്ചത്. മുംബൈയിലെ BCCI ആസ്ഥാനത്ത് നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. വേടനെതിരെ പാലക്കാട് നഗരസഭാ കൌൺസിലർ മിനി കൃഷ്ണകുമാർ NIAക്ക് പരാതി നൽകിയതിൽ അതൃപ്തി അറിയിച്ച BJP സംസ്ഥാന നേതൃത്വം. പാർട്ടിയോട് ആലോചിക്കാതെ പരാതി നൽകിയതിലാണ് അതൃപ്തി. എന്തടിസ്ഥാനത്തിലാണ് NIAക്ക് പരാതി നൽകിയത് എന്നാണ് ചോദ്യം. വിവരങ്ങളുമായി ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഉന്മേഷ, ഈ വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന നേതാവ് തന്നെ മിനി കൃഷ്ണകുമാറിനെ ഫോണിൽ വിളിച്ച് അതൃപ്തി അറിയിച്ചു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. BJP നേതൃത്വത്തോടോ ജില്ലാ പ്രസിഡന്റിനോടോ മറ്റോ ആലോചിക്കാതെയാണ് ഇത്തരമൊരു പരാതി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് എന്നാണ് BJPയുടെ കണ്ടെത്തൽ. അത് BJPയുടെ ജില്ലാ പ്രസിഡന്റിനോടും അതുപോലെ തന്നെ നേതാക്കളോടും ഒക്കെ സംസാരിച്ചിരുന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറിന്റെ ഭാര്യ കൂടിയാണ് മിനി കൃഷ്ണകുമാർ. അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് പാലക്കാട് നഗരസഭയിലെ. എന്തായാലും മിനി കൃഷ്ണകുമാറിനോട് ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന് താക്കീത് നൽകിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണം ഇനി നടത്തരുത് എന്നും പറഞ്ഞതായും വാർത്തകളുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ മിനി കൃഷ്ണകുമാർ മാത്രമല്ല, ഈ വേടൻ വിഷയവുമായി ബന്ധപ്പെട്ട് മിനി കൃഷ്ണകുമാറിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് ഇനി സംസ്ഥാന നേതാക്കൾ ആരും തന്നെ ഒരു പരസ്യ പ്രതികരണം മാധ്യമങ്ങളുടെ മുൻപിൽ നടത്തരുത്. ഇത് BJPക്ക് വല്ലാത്ത തോതിൽ അവമതിപ്പുണ്ടാക്കുന്നു എന്നാണ് കൃത്യമായ രീതിയിൽ BJP സംസ്ഥാന അധ്യക്ഷന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും നിരീക്ഷണം. അതായത് BJP തന്നെ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അനുകൂലിക്കുന്ന വേടന്റെ ആരാധകരായ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന തരത്തിൽ വേടനെതിരെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് തെറ്റായ രീതിയിൽ പ്രവണതയാണ് എന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു നിരീക്ഷണം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരു ഇനി പരസ്യ പ്രതികരണത്തിന് ഒരു നിർദ്ദേശം, ഒരു വേണ്ട എന്നൊരു നിർദ്ദേശം BJP നേതൃത്വം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. മിനിയുടെ പരാതി BJP നേതൃത്വം അറിഞ്ഞിട്ടല്ല എന്നും സംസ്ഥാന നേതൃത്വ നേതാക്കൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നു. ശരി, ശ്രീകുമാറിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്. രാജ്യത്തെ കോവിഡ് സാഹചര്യവുമായി ബന്ധപ്പെട്ട ആർ അച്യുതൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊരു കാര്യം അറിയിക്കുന്നുണ്ട്. സാഹചര്യം വിലയിരുത്തുകയാണ് കേന്ദ്ര സർക്കാർ. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിരീക്ഷണ സംവിധാനം രാജ്യത്ത് പ്രവർത്തിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. റിപ്പോർട്ട് ചെയ്തതിൽ സാരമായ കേസുകൾ ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. നിലവിലെ സ്ഥിതിഗതികൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട് എന്നുള്ള അറിയിപ്പ് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആർ അച്യുതനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകുന്നത്. കോവിഡ് സാഹചര്യവുമായി ബന്ധപ്പെട്ട് എന്താണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്ന നിലപാടെന്ന് നോക്കാം. അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, എങ്ങനെയാണ് കാര്യങ്ങളെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുന്നത്? അച്യുതൻ. ഉന്മേഷ്, ഹോങ്കോങ്, സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഈ ഒമിക്രോണിന്റെ ഉപവകഭേദത്തിന്റെ വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിലവിൽ ഇത് രണ്ടാം തവണ ഇപ്പോൾ ഈ വിഷയം കോവിഡ് വ്യാപനം ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് അറിയിച്ചിരിക്കുന്നത് ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യം നിലവിലില്ല എന്നുള്ളതാണ്. ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. നിലവിൽ കോവിഡുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസുകൾ, അതുമായി ബന്ധപ്പെട്ട അതിൽ സാരമായ കേസുകൾ അല്ലെങ്കിൽ ഗുരുതര സ്വഭാവമുള്ള ഒരു കേസുകളും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കോവിഡിന്റെ നിരീക്ഷണത്തിനായി ശക്തമായ സംവിധാനം രാജ്യത്ത് നിലവിലുണ്ട് എന്നുകൂടി വ്യക്തമാക്കുന്നു. എന്തായാലും സാഹചര്യം അതിസൂക്ഷ്മമായി തന്നെ ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു. അതായത് ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ വർധനവോ അല്ലെങ്കിൽ അത്തരത്തിൽ കോവിഡിന്റെ അതേ രോഗലക്ഷണങ്ങളുള്ള ഏതെങ്കിലും തരത്തിലുള്ള കേസുകളോ അത് അതിന്റെ ഒരു വർധനവ് റിപ്പോർട്ട് ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ബെഡുകൾ, കിടക്കകൾ, അതുപോലെ തന്നെ മരുന്നുകൾ ഉൾപ്പെടെ ഉള്ളവയുടെ ലഭ്യത വരെ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യം ആശങ്കപ്പെടേണ്ടതില്ല, മറിച്ച് ജാഗ്രത പുലർത്തുവാനാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ആർ അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോവിഡ് സാഹചര്യം സൂക്ഷ്മമായി വിലയിരുത്തുന്നു. നിലവിലെ കേസുകളിൽ ഗൗരവ സ്വഭാവത്തിലുള്ള ഒന്നുമില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്ന നിലപാടെന്നാണ് ആർ അച്യുതൻ അറിയിക്കുന്നത്. അതിനിടയിൽ ഒരു വാർത്ത ഇപ്പോൾ ശ്രീകുമാർ അറിയിക്കുന്നുണ്ട്. കർഷകരോട് ആയുധമെടുക്കാൻ പറയുമെന്നുള്ള പി ജയരാജന്റെ CPIM നേതാവ് പി ജയരാജന്റെ പ്രതികരണം വരുന്നു. വന്യമൃഗശല്യത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ കർഷകരോട് ആയുധമെടുക്കാൻ പറയും എന്നാണ് അദ്ദേഹത്തിന്റെ പി ജയരാജന്റെ പ്രതികരണം വരുന്നത്. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ജാഥയ്ക്ക് പാലക്കാട് കാഞ്ഞിരത്ത് നൽകിയ സ്വീകരണത്തിലാണ് പി ജയരാജൻ അല്ല EP ജയരാജൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന വരുന്നത്. സമരത്തിന്റെ ഭാഗമായി ആദ്യം വനംവകുപ്പിന്റെ ആസ്ഥാനം വളയും. വന്യമൃഗശല്യത്തിന് പരിഹാരമില്ലെങ്കിൽ കർഷകർ ആയുധമെടുത്തും വെടിവെച്ചും അമ്പെയ്തും മൃഗങ്ങളെ കൊല്ലാൻ പറയുമെന്നാണ് EP ജയരാജന്റെ പ്രസ്താവന ഇപ്പോൾ വരുന്നത്. സംസ്ഥാനത്തെ ദേശീയപാതയിലെ അപാകതകൾക്ക് പിന്നാലെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടുത്ത മാസം ആദ്യവാരം കൂടിക്കാഴ്ച നടത്താനാണ് ശ്രമം. ഉദ്യോഗസ്ഥ തലത്തിലുള്ള സംഘവും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായേക്കും. ദേശീയപാത തകർന്ന സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ദേശീയപാതയിലെ പലയിടങ്ങളിൽ വിള്ളൽ വീണതിന്റെയും പാത ഇടിഞ്ഞു താഴ്ന്നതിന്റെയും ഉത്തരവാദിത്വം തങ്ങൾക്കല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോഴും
സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലാണ് സംഭവം മാറിയത്. സർക്കാരിന്റെ പ്രധാന വികസന പട്ടികയിൽ ഒന്നുകൂടിയാണ് ദേശീയപാത. CPIM കേന്ദ്ര കമ്മിറ്റിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തുമ്പോൾ വിഷയം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്താനാണ് ഒരുങ്ങുന്നത്. അടുത്ത മാസം 3-4 തീയതികളിൽ കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തേടിയതായാണ് വിവരം. ദേശീയപാതയിലെ വീഴ്ചയിൽ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനല്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. നല്ല പദ്ധതി വരുമ്പോൾ തങ്ങളുടേതെന്നും കുഴപ്പമുണ്ടാകുമ്പോൾ കേന്ദ്രത്തിൻ്റെതാണെന്നും പറയുന്നത് അവസരവാദമെന്ന് രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാന സർക്കാർ ഇങ്ങനെ കൈവിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു ഓപ്പർച്യൂണിസ്റ്റിക് പോളിറ്റിക്സാണ്. ഇവർ ചില ദിവസം അത് നമ്മളെ പ്രോജക്റ്റാണെന്ന് പറയും, മറ്റേ ദിവസം നമ്മുടെ പ്രോജക്റ്റ് എല്ലാന്നും പറയും. നാളെ വിഴിഞ്ഞുള്ള എന്തെങ്കിലും നടന്നാൽ അവർ പറഞ്ഞു വിഴിഞ്ഞു ഞങ്ങളുടെ പ്രോജക്റ്റ് അല്ല, മറ്റേടത്ത് എന്തെങ്കിലും നടന്നാൽ അത് ഞങ്ങളുടെ പ്രോജക്റ്റ് അല്ല. അത് നടക്കുന്ന സമയത്ത് അത് ഞങ്ങളുടെ പ്രോജക്റ്റാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദേശീയപാതയിലെ വീഴ്ചയിൽ കേന്ദ്ര സർക്കാർ ഇതിനോടകം നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കരാർ കമ്പനിയെ പുതിയ കരാറുകളിൽ ഏർപ്പെടുന്നതിൽ നിന്നും വിലക്കി. അന്വേഷണത്തിനായി നിയോഗിച്ച 3-അംഗ സമിതി റിപ്പോർട്ട് കൈമാറുന്നതിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയേക്കും. 24 ഡൽഹി. പ്രൈം ടൈം പൂർത്തിയാകുന്നു. നമസ്കാരം.